അഭിലാഷ് വീണ്ടും നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അഭിലാഷ് നേരത്തെ ഈ ഓഫ് റോഡ് ആ സംഘവുമായി സംസാരിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഡ്രോണിലൂടെ, എന്തിനാണ് ഈ ഡ്രോൺ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഞങ്ങൾ ഡ്രോണിലൂടെ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളുമാണ് കണ്ടത്. അഭിലാഷ്, എങ്ങനെയൊക്കെയാണല്ലേ മനുഷ്യർ ഈ ഒരു ദുർഘടസന്ധിയിൽ ആളുകൾക്കൊപ്പം നിൽക്കുന്നതെന്നാണ്. നമ്മൾ ഡ്രോൺ കാഴ്ചകൾ കാണുന്നുണ്ട്, അതിലൂടെ ആ ഭക്ഷണവും എത്തിക്കുന്നു, അതിനുകൂടി അവർ അത് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അത് അവർ എത്ര പേരടങ്ങുന്ന സംഘമാണ് നിന്നൂടി അവരെ നമുക്ക് പരിചയപ്പെടുത്താം അഭിലാഷിന്റെ വാക്കുകളിലൊപ്പം. ചൂരൽമലയിൽ നടക്കുന്ന പരിശോധനയുടെ വിവരങ്ങൾ കൂടി എന്താ? കാണുന്നുണ്ട് ദിലീഷ്. അങ്ങനെ അതിലെ ഓരോ നമുക്ക് ഇപ്പോൾ 6ാം ദിവസം എത്തുമ്പോൾ അങ്ങനെ ഓരോ ഹീറോമാരെയും ഓരോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെടുത്താമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ നിന്നൊരു മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. അതായത് 6ാമത്തെ ദിവസത്തെ പരിശോധനയിൽ ചൂരൽമലയിൽ നിന്നൊരു മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. അതായത് ഈ ചൂരൽമല അങ്ങാടിയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ലൈവ് കാണുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ആ പട്ടണത്തിൽ തന്നെ ഒരു മൃതദേഹം 6ാം ദിവസം കണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ വരുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ആണ്. ഞാൻ നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനുമായി സംസാരിച്ചിരുന്നു. 6 സോണായുള്ള പരിശോധന തുടരുകയാണ്. ഇന്നുകൊണ്ട് പുഞ്ചിരിമട്ടം ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഒന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ, അതായത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ, ഒപ്പം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് വീടുകളുള്ള സ്ഥലത്തുള്ള പരിശോധനകളാണ് നടത്തുന്നത്. അപ്പോ ആദ്യത്തെ സോൺ എന്നുള്ള നിലയിൽ പുഞ്ചിരിമട്ടം ഇന്ന് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും അവിടെ കുഴിക്കാവുന്ന എല്ലായിടത്തും കുഴിച്ച് മാക്സിമം പിന്നെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുക എന്ന സമ്പ്രദായവും നോക്കുന്നുണ്ട്. ഏറെക്കുറെ അത് നമ്മൾ ഘട്ടം തിരിച്ചാൽ ആദ്യത്തെ സോൺ കംപ്ലീറ്റ് ചെയ്തു എന്ന് അനൌദ്യോഗികമായി പറയാൻ കഴിയുന്ന വിധത്തിൽ അപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ അല്ലെങ്കിൽ തെരച്ചിൽ അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതല്ല എങ്കിൽ പോലും നമുക്ക് അനൌദ്യോഗികമായി അവിടെ ഇനി ഒന്നുമില്ല എന്ന മട്ടിൽ എന്ന് ആ വാക്കുകളെ വിശദീകരിക്കാം. പുഞ്ചിരിമട്ടം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം താഴോട്ട് ഓരോന്ന് എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ഇന്നിപ്പോ ഈ ചൂരൽമല ടൗണിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. 6ാമത്തെ ദിവസമാണ്. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. അപ്പോ അവിടെ ആ മൃതദേഹം എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എനിക്ക് ലൈബ്രറി കാണാമെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ അവിടെ ചൂരൽമലയിൽ ഇപ്പോൾ നടക്കുന്നത്. പുതുതായി ഒരു മൃതദേഹം കണ്ടെടുത്ത ആ സംഭവമാണ് നടക്കുന്നത്. ഒപ്പം മുണ്ടക്കൈ മേഖലയിലും തെരച്ചിൽ ഇന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. ഇന്ന് വെയിലാണ്, മഴ മാറി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തകർ ഇന്നിപ്പോ ശുചീകരണ ജോലികൾ തുടങ്ങി മറ്റനേകം ജോലികൾ ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി ഇന്നലെ റവന്യൂ വകുപ്പ് എടുത്തിട്ടുള്ള ചില നടപടികൾ മൂലം ഭക്ഷണം എല്ലാവർക്കും മുമ്പ് കൊടുത്തതുപോലെ കൊടുക്കാൻ കഴിയുന്നില്ല സന്നദ്ധ പ്രവർത്തകർക്ക് എന്ന പ്രശ്നമുണ്ട്. ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് സൈനികരടക്കം ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ ആ ഒരു പള്ളി അങ്ങനെ കാണിച്ചിരുന്നല്ലോ ദിലീഷ്. ഇന്ന് ആ മേഖലയിലൊക്കെ അതായത് അവർക്ക് മുമ്പ് ഭക്ഷണം വിതരണം ചെയ്തതുപോലെ ഭക്ഷണം വിതരണം ചെയ്യാൻ ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതിന് കുറെ അപ്പുറത്ത് കള്ളാറിൽ ഇതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ വലിയൊരു കിച്ചൺ ഉണ്ട്. രക്ഷാപ്രവർത്തകർക്കൊക്കെ ഭക്ഷണം എത്തിച്ചിരുന്ന, ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്ന ആ കേന്ദ്രമാണ്. ആ കേന്ദ്രം പൂർണ്ണമായും പൂട്ടി. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചെറിയ വിഷമങ്ങളുണ്ട് ഇവിടെ. എന്നാൽ അത് പരിഹരിക്കാം, അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്ന് മന്ത്രി കെ രാജൻ നമ്മളോട് തന്നെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ ഭക്ഷണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ എല്ലാവരും ഭക്ഷണവുമായി വരുന്ന രീതി ഒഴിവാക്കണം. അതിനൊരു ഔദ്യോഗിക സംവിധാനം ഉണ്ടാക്കണം. ആർക്കും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചില നടപടികൾ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് അങ്ങനെ ആവില്ല, പരിഹരിക്കാമെന്ന് മന്ത്രി പറയുന്നുമുണ്ട്. അപ്പോൾ അതേക്കുറിച്ചുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ദ്രുതഗതിയിലുള്ള തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം കൈമെയ് മറന്ന് പണിയെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലത്തെ ഒരു സന്ദർഭത്തിൽ. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെയുള്ള ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തിരിച്ചറിയാനാകാത്ത ശരീരങ്ങളുടെ സംസ്കാരം സംബന്ധിച്ചാണ്. ഒരു ശവപ്പറമ്പ് അല്ലെങ്കിൽ ഒരു ശ്മശാനം ഉയരുകയാണ്. ഹാരിസണിന്റെ ഭൂമിയിലാണ്. അതിനുവേണ്ടി 64 സെന്റ് കണ്ടെത്തി കഴിഞ്ഞു. അവിടെ ആ മണ്ണൊരുക്കൽ നടക്കുകയാണ്. ഉച്ചയോടുകൂടി അഭിലാഷ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമാണ്. കാരണം സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് പേർ അവിടെ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതും ഇതേപോലെ കുറേ സന്നദ്ധ പ്രവർത്തകരായിരുന്നു. പക്ഷേ അതിനൊരു ഔദ്യോഗിക സംവിധാനം ഉണ്ടാക്കണം. ഈ ഭക്ഷ്യവിഷബാധ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണെങ്കിൽ പോലും അത് കുറച്ച് ഉദ്യോഗസ്ഥരെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ ചുമതലകളൊക്കെ നോക്കാനൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കാമായിരുന്നു. പെട്ടെന്ന് ഇത് നിർത്തുക എന്നത് അവിടുത്തെ ഒരു സ്ഥിതിയിൽ അതെങ്ങനെയാണ് പ്രായോഗികമാകുന്നതെന്ന് അറിയില്ല.
സർക്കാർ മറ്റൊരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിലുള്ള വാർത്ത ചൂരൽപ്പാറയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഈ 6-ാം ദിവസവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇനി അത് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്യും. 353 മരണം എന്ന് നമുക്കതുകൊണ്ട് പറയാൻ കഴിയും. അഭിലാഷാണ് അവിടെ നിന്ന് നമ്മളോട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്